എനിക്ക് ശിക്ഷ വാങ്ങിച്ചതാ. നിന്നെ അധികകാലം എന്നെ പൂട്ടിടാനുള്ള ബലമൊന്നും ഇവിടുത്തെ ജയിലിൽ നോക്കില്ല. നിന്നെ നിന്റെ കുടുംബത്തെയും കൊല്ലാൻ ഞാൻ വരൂടാ. കൊണ്ടോടി ജാഫറാണ് പറയുന്നത്. നിന്നെ നിന്റെ കുടുംബത്തെയും ഞാൻ വേറെ പിഴുതുറിയടാ. കൊല്ലും ഞാൻ. ഹലോ സണ്ണി. ഓക്കെ, സീ യു സർ. കൺഗ്രാറ്റുലേഷൻസ് പ്രോസിക്യൂട്ടർ. ആർഗ്യുമെന്റ്സ് നന്നായിരുന്നു കേട്ടു. താങ്ക് യു. സത്യത്തിൽ അവന് കിട്ടേണ്ടിയിരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. സ്ട്രോങ് എവിഡൻസ് ഉണ്ടായിരുന്നുണ്ടായെങ്കിലും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായത്. ഈ ജഡ്ജ് പൊതുവെ ആന്റി പ്രോസിക്യൂഷനാ. ഓഹോ. പിന്നെ താൻ എവിടെയായിരുന്നു 3-4 ദിവസം? ട്രാൻസ്ഫറിന്റെ കാര്യത്തിനൊന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നു. പുതിയ മിനിസ്ട്രി ഒക്കെ വന്നിരിക്കല്ലേ, ഇനി പെട്ടെന്ന് നടക്കുന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ യാത്ര കൊണ്ടൊരു ഗുണമുണ്ടായി. തന്റെ പുതിയ നോവലുണ്ടല്ലോ, അവസ്ഥാന്തരം വായിച്ചു തീർക്കാൻ സാധിച്ചു. ഇറ്റ്സ് വെരി നൈസ്. പ്രത്യേകിച്ച് അതിലെ മർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാന്റാസ്റ്റിക്. തന്നെ പോലെ ഒരു ക്രിമിനൽ ലോയർക്ക് ഇത്തരം സബ്ജക്ട് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. എന്നും വരാതെ നേരത്തെ വരാത്തതിനാ. നീ വേഗം നീ വന്നേ. എന്നാ ആവാനാ? തണ്ണി കുരുള്ള ഏറ്റെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് തോറ്റ ചരിത്രം ഉണ്ടോടി വെമ്പിളെ? 1-2 40 വർഷമാണ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഓ, സ്വന്തം എടുക്കൊണ്ട് മാത്രമൊന്നുമല്ല. ഞാനേ സെന്റ് ആന്റണീസിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണ്ടാ ഇന്നത്തെ കേസ് ജയിച്ചത്. ഓ, അതാ എനിക്ക് പകരം കോടതിയിൽ സെന്റ് ആന്റണീസ് വടിയും പിടിച്ചു എന്ന് വാദിക്കുന്നത് കണ്ടത്. ഒന്ന് പോടി കുട്ടിക്കാനത്തുകാരൻ ചെറിയാച്ചന്റെ മകളെ. ആൻസി, നീ ആ കഥ തുറന്നേ. എന്നാത്തിനാണെന്ന് പറ. ഒന്നിനുമല്ല. പിന്നെ എന്നെ പറ്റി തന്നെ? എന്റെ ഷർട്ടിൽ അവിടെ ബ്ലഡാ. ഒന്ന് കഴുകിക്കളയാനാ. ബ്ലഡോ? എന്നെ പറ്റി? എവിടെ ബ്ലഡ്? ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ വരുന്നതിന് മുമ്പ് പാചകം തുടങ്ങിയോ?
ഓ എന്നാ വിശപ്പ. എങ്ങനെ വിശക്കാതിരിക്കും? ദേ ഇതെന്ന് എത്രാമത്തെ കുളിയാന്നറിയോ? അല്ലെങ്കിൽ തനിക്ക് ഒന്നിനും ഒരു നേരവും കാലമില്ല. പിന്നെ ഇതൊക്കെ ടൈം ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒന്ന് മാറിയെന്നേ, ഞാൻ കാപ്പിയിടാം. ആ സർവന്റിന്റെ കാര്യം എന്തായി? ഇന്ന് വന്നിരുന്നു. അവൾക്ക് എന്തെല്ലാം കണ്ടീഷൻസ് ആണെന്നറിയോ? രാവിലെ 8 മണി മുതൽ ഇവിടെ ഡ്യൂട്ടി, 2 മണിക്ക് ശേഷം അടുത്ത ഷിഫ്റ്റ് വേറെ വീട്ടിൽ. ഹോ, ഒരു വേലക്കാരി കിട്ടാൻ എന്നാ പാടാണെന്റെ കർത്താവേ. നാളെ രാവിലെ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആ നീ ആ ഫോൺ നിർത്തേ. ഹലോ ഹലോ, ആൻസി അല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മളെ മമ്മി. മമ്മി ഇത് ഞാൻ അനുമോൾ. മോളോ? എന്നാ മോളെ ഈ സമയത്ത്? മമ്മി എന്താ വരാത്ത? എനിക്ക് മമ്മിയെ കാണാൻ കൊതിയാവുന്നു. മോളെ, ഡാഡി കുറച്ച് തിരക്കിലായതുകൊണ്ടല്ലേ. ആന്നേ, മോള് വിഷമിക്കണ്ട. അടുത്ത ആഴ്ച മമ്മിയും ഡാഡിയും കൂടി വരുന്നുണ്ട്. മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എന്നാ ഇനി എന്റെ മോള് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് കാത്തിരിക്കും. മമ്മി വരുമല്ലോ. പ്രോമിസ്? പ്രോമിസ്. ആരാ വിളിച്ചേ? നീ എന്നാ വല്ലാതിരിക്കുന്നേ? ഗവൺമെന്റിൽ നിന്ന് മോളാ. നമ്മളെന്താ മോളെ കാണാൻ ചെല്ലാത്തെന്ന് പറഞ്ഞ് അവള് കരയ. അതിന് 2 ആഴ്ച മുമ്പല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. എപ്പോഴും ഓടിപ്പോകാൻ പറ്റുമോ? ഇതാ ഞാൻ സണ്ണിയോട് ആദ്യമേ പറഞ്ഞത്, മോളെ ബോർഡിങ്ങിൽ ചേർക്കണ്ടെന്ന്. എടി പെമ്പിളെ, നിനക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കുട്ടികൾക്കൊരു ഡിസിപ്ലിനും ക്യാരക്ടറും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ബോർഡിങ്ങിൽ നിന്ന് തന്നെ പഠിക്കണം. ഞാനും അങ്ങനെ തന്നെ പഠിച്ചത്. ആദ്യമൊക്കെ കുറച്ച് ഫീൽ ചെയ്യും, പിന്നെ തന്നെ മാറിക്കോളും. കണ്ട പട്ടിക്കാട്ടി ജനിച്ച് നിനക്കിതൊക്കെ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാൻ? നീ വാ, സമയം ഒത്തിരിയായി. ഇന്ന് നമുക്ക് 2 അധ്യായമെങ്കിലും എഴുതി തീർക്കണം. വാ. സണ്ണി, സണ്ണി, എന്നാ ഉറക്കം ഇത്? ഒന്ന് എഴുന്നേറ്റേ. ദേവ് കണ്ടോ? ഇതാണോ ഇന്നലെ കോടതിയിൽ വെച്ചുണ്ടായത് എന്നെ എന്നോട് പറയുന്നത്? ഇതൊക്കെ എന്നാ പറയാനാ? ചില ക്രിമിനൽസ് അങ്ങനെയാ. അവർക്കെതിരെ ജഡ്ജ്മെന്റ് വരുമ്പോ വക്കീലിനെയും ജഡ്ജിയൊക്കെ തട്ടിക്കളയെന്നൊക്കെ പറയും. എനിക്കാകെ പേടിയാവുന്നു. നിന്റെ ഒരു കാര്യം, ഇനി ഇത് മതി. നിന്റെ പേടിയൊക്കെ ഞാൻ മനസ്സിലാക്കാം. അതൊന്ന് മനസ്സിൽ വെച്ചാ മതി. എനിക്കൊന്ന് നോമ്പാ. ഇപ്പോഴെങ്കിലും അറിഞ്ഞാ നന്നായി. വൈകിട്ട് ഇങ്ങോട്ട് വരാതെ കോടതി തന്നെ കിടക്കാമല്ലോ. ഇങ്ങനാണേ അതാ നല്ലത്. എനിക്ക് സ്വസ്ഥായിട്ട് ഇടുന്നു ഉറങ്ങാലോ. എല്ലാം കിട്ടിയോ? എവരിത്തിങ് ഓക്കെ. ഇതെന്നതാ എയർ ബാഗിലൊക്കെ? അത് ഒരു ഫേമസ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഗുമസ്തൻ ഫിഷ്, പച്ചക്കറി തുടങ്ങിയ ഐറ്റംസ് പബ്ലിക്കായി വാങ്ങിച്ചോണ്ട് വരുന്നത് സ്റ്റാറിന്റെ സ്റ്റാറ്റസിന് ഇൻഡീസിന്റെ ഒരു ബിഹേവിയർ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഒരു എയർ ബാഗ് വാങ്ങി ഇതിനകത്ത് പാക്ക് ചെയ്തു. എയർ ബാഗിന്റെ വില 225 രൂപ 95 പൈസ. ഇതാ ബില്ല്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇനിയും വേറെ വല്ല ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എന്നതാടോ ഒന്ന് ലാത്തി അടിക്കുന്നേ? സാർ, പച്ചക്കറി ഫിഷ് ഐറ്റം. ആ പീതാംബരം കൊലക്കേസിന്റെ സാക്ഷികളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അവരിന്ന് ലാൻഡ് ചെയ്യും സാർ. എന്നതാടോ ലാൻഡ് ചെയ്യാൻ? അവരെന്നെ മുണ്ടക്കയത്തുനിന്ന് ഫ്ലൈറ്റിലാണോ ഇങ്ങോട്ട് വരുന്നേ? ദേ, അവന്മാരെയൊക്കെ ശരിക്ക് പറഞ്ഞു പഠിപ്പിച്ചോണം. കോടതി വന്ന് അബദ്ധങ്ങളൊന്നും വിളമ്പിയേക്കരുത്. സാർ,